മക്കളെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗുദ്സേ പ്യാർ എന്ന കവിതയിലെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം. അതിൽ സമാനാർത്ഥക ശബ്ദം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് സമാനാർത്ഥക ശബ്ദ്. അതായത് സമാനാർത്ഥക ശബ്ദ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന ശബ്ദമാണ്. ഇത് 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഗുദ് എന്ന് തരും, എന്നിട്ട് സ്വയം എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ഗുദ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് ബ്രാക്കറ്റിൽ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഗുദ് എന്താണ് അതിന് വരുന്നത്? അതേ അർത്ഥം വരുന്നത് സ്വയം. ഗുദ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയം എന്നാണ്. ഗുദ് സ്വയം. ദരക്ത്. ദരക്ത് പറഞ്ഞാൽ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, ഈ കവിതയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ദരക്ത് പറഞ്ഞാൽ എന്താണ്? പേട്. മരത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ദരക്ത്. അപ്പോൾ ദരക്തിൻ്റെ അർത്ഥം എന്താണ്? പേട്, മരം. ഒരേ അർത്ഥമാണ്. ദരക്ത്, പേട്. ദുനിയ. ദുനിയ പറഞ്ഞാൽ വിശ്വ എന്ന് പറഞ്ഞാലും ലോകം, അതുപോലെ തന്നെ സംസാർ എന്ന് പറഞ്ഞാലും ലോകം. ദുനിയ എന്ന് പറഞ്ഞാലും ലോകം. ഓക്കെ, അപ്പോൾ ദുനിയ എന്ന് പറഞ്ഞാൽ വിശ്വ, അതുപോലെ തന്നെ സംസാർ, 2 ഉണ്ട് സമാനമായ അതേ അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ദുനിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് വിശ്വ എന്നായിരിക്കും. 3 ഉണ്ടാവും, അതിലൊന്ന് വിശ്വമായിരിക്കും, 2 വേറെ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വ എന്നത് തിരഞ്ഞെടുത്ത് എഴുതാം. ഒരു പക്ഷേ നിങ്ങൾക്ക് 3 ചോയ്സ് 3 തരുന്നതിൽ ദുനിയ എന്ന ചോദ്യത്തിന് സംസാർ എന്നായിരിക്കും 1 തരുന്നത്, ബാക്കി 2 വേറെ എന്തെങ്കിലും തരും. അപ്പം നിങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് വിശ്വ എന്നാണ് തന്നതെങ്കിൽ വിശ്വ എഴുതുക, സംസാർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? സംസാർ എന്ന് എഴുതുക. അപ്പോൾ ദുനിയ എന്നതിന് വിശ്വ എന്നും സംസാർ എന്നും വരുന്നത് സമാന അർത്ഥമാണ്. ഗുദ് പറഞ്ഞാൽ സ്വയം, ദരക്ത് പറഞ്ഞാൽ പേട്, മരം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സൂരജ് ദുനിയ കോ ഊർജ ദേത്താ ഹെ. സൂര്യൻ ലോകത്തിന് എന്താണ് നൽകുന്നത്? ഊർജം നൽകുന്നു അല്ലേ. പേട് മരമോ? മരം ഫൂൽ ദേത്താ ഹെ, പൂക്കൾ നൽകുന്നു. ബാദൽ മേഘം വെള്ളം നൽകുന്നു. ഈ സൂര്യനും അതുപോലെ തന്നെ മരവും മേഘവും ഈ ഓരോ കാര്യങ്ങൾ മാത്രമാണോ നമുക്ക് തരുന്നത്? അല്ല അല്ലേ. പേട് എന്തൊക്കെ തരുന്നുണ്ട്? പൂ മാത്രമാണോ തരുന്നത്? അല്ല. പിന്നെ എന്തൊക്കെയാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് തരുന്നത്? സൂര്യൻ നമുക്ക് താപ് ദേത്താ ഹെ, താപം തരുന്നുണ്ട്, ചൂട് അല്ലേ. അതുപോലെ തന്നെ പ്രകാശ് ദേത്താ ഹെ, പ്രകാശം തരുന്നുണ്ട്. ഊർജ ദേത്താ ഹെ. അപ്പൊ സൂര്യൻ നമുക്ക് 3 കാര്യങ്ങളാണ് തരുന്നത്. എന്തൊക്കെയാണ് തരുന്നത്? സൂരജ് ഹമേം താപ് ദേത്താ ഹെ, സൂരജ് ഹമേം പ്രകാശ് ദേത്താ ഹെ, സൂരജ് ഹമേം ഊർജ ദേത്താ ഹെ. സൂര്യൻ നമുക്ക് താപം, പ്രകാശം, ഊർജം ഇത് 3 തരുന്നു അല്ലേ. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കും സൂര്യൻ എന്തൊക്കെയാണ് തരുന്നത്? താപ്, പ്രകാശ്, ഊർജ. ഇനി അടുത്തത് പേടാണ്. മരം നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? പൂ മാത്രമല്ല അല്ലെ. നമ്മൾ നേരത്തെ പൂവാണ് പഠിച്ചത്, പൂ മാത്രമാണോ? അല്ല. ലക്കടി, തടിമരം തരുന്നുണ്ട്, വിറക് അതുപോലെ തന്നെ മരക്കഷ്ണം, തടി അല്ലേ, തടി തരുന്നുണ്ട്. ഫൽ, പൂക്കൾ തരുന്നുണ്ട്. ഫൽ പഴങ്ങൾ തരുന്നുണ്ട്. ഫൂൽ പൂക്കൾ തരുന്നുണ്ട്. പൂക്കൾ തരുന്നു, ലക്കടി തരുന്നു. പിന്നെ എന്താ തരുന്നത്? പഴങ്ങൾ തരുന്നു അല്ലേ. പഴങ്ങൾ തരുന്നു. അപ്പൊ പേട് എന്തൊക്കെയാ തരുന്നത്? പേട് ഫൂൽ ദേത്താ ഹെ, പേട് ലക്കടി ദേത്താ ഹെ, പേട് ഫൽ ദേത്താ ഹെ. ഒന്നുകൂടെ നോക്കാം. പേട് ഫൂൽ ലക്കടി ഫൽ. എന്തൊക്കെയാണ് തരുന്നത്? പേട് ഫൂൽ ലക്കടി ഫൽ. ഇനി നമുക്ക് ബാദൽ എന്തൊക്കെ തരുന്നു എന്ന് നോക്കാം. ബാദൽ പാനി ദേത്താ ഹെ. ബാദൽ പദസൂര്യ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 3 സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ. ബാദൽ എന്താ തരുന്നത്? ബാദൽ പാനി തരുന്നു. ബാദൽ വർഷ, മഴ തരുന്നു. ബാദൽ ശീതളത, ശീതളത പറഞ്ഞാൽ തണുപ്പ്. बादल എന്തൊക്കെയാ തരുന്നത്? बादल पानी देता है, बादल वर्षा देता है, बादल शीतलता देता है, बादल पानी
വർഷ ശീതളത അല്ലേ. അപ്പം അത്രയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കാം. സൂര്യൻ എന്തൊക്കെയാ തരുന്നത്? സൂര്യൻ താപ്, പ്രകാശ്, ഊർജ. പേടോ ഫൂല്, ലക്കടി, ഫൽ. ബാദൽ പാനി, വർഷ, ശീതളത. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സെൻറ്റൻസിൽ എങ്ങനെ ആശയം എഴുതാം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നിങ്ങളോട് കവിതയുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അതിനെന്ത് പറയും? ഒരു ഹെഡിങ് കൊടുക്കാൻ ശീർഷകത എന്ന് പറയും അല്ലേ. പിന്നെ കവി പരിചയം നൽകിക്കൊണ്ട് ആ കവിതയുടെ ആശയം എഴുതാനാണ് പറയുക. അപ്പം നമ്മളതിന് ശീർഷകം കൊടുത്തതാണ് പ്യാർ. ഗുദ്സെ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജീനെ ലിഖി ഹെ. ഗുദ്സെ പ്യാർ എന്ന കവിതയുടെ ആശയമാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പം ഈ ഗുദ്സെ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവ് ജി എന്ന് ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ് കേട്ടോ. ശോഭനാഥ് യാദവ് ജി നെ ലിഖി ഹെ. ആരെഴുതിയതാണ്? ശോഭനാഥ് യാദവ് എഴുതിയതാണ്. ഏത് കവിത? ഗുദ്സെ പ്യാർ എന്ന കവിത. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിരിക്കും. കവിതയുടെ പേരും കവിയുടെ പേരും ഏത് കവിത ചോദിച്ചാലും ആ കവിതയുടെ പേര്, ആ കവിത എഴുതിയിരിക്കുന്ന കവിയുടെ പേര് ഇതുപോലെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം. അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് കുറയുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഈ സെൻറ്റൻസ് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിന് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഗുദ്സെ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജീനെ ലിഖിയെ. ഗുദ്സെ പ്യാർ കവിത ആരെഴുതിയതാണ്? ശോഭനാഥ് യാദവ് ജി എഴുതിയതാണ്. കവിത കാ മുഖ്യ ആശയ് പ്യാർ ഹെ. കവിതയുടെ പ്രധാന ആശയം പ്യാർ ഹെ, സ്നേഹമാണ്. കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. കവിതാക്ക മുഖ്യ ആശയ്, കവിതയുടെ പ്രധാന ആശയം പ്യാർ ഹെ, സ്നേഹമാണ്. കവി കർത്താ ഹെ കി, ഇതിൽ കവി പറയുന്നു സൂരജ് അപ്പനി ഊർജ, സൂര്യൻ തൻ്റെ ഊർജം കൊണ്ടും, പേട് അപ്പനെ ഫൂൽ, മരം തൻ്റെ പൂക്കൾ കൊണ്ടും, സൂര്യൻ തൻ്റെ ഊർജം കൊണ്ടും മരം തൻ്റെ പൂക്കൾ കൊണ്ടും, ബാദൽ അപ്പന പാനി, മേഘം തൻ്റെ വെള്ളവും പ്രദാനം ചെയ്തിട്ട്. ഇവിടെ ഓരോന്ന് എഴുതണുള്ളൂ കേട്ടോ. സൂര്യൻ്റെ ഊർജവും, മരത്തിന് പൂവും, അതുപോലെ തന്നെ മേഘത്തിന് വെള്ളവും, ഇതെല്ലാം പ്രദാനം ചെയ്തിട്ട് പൃഥ്വിപർ, ഭൂമിയിൽ, പൃഥ്വിപർ ജീവൻ, അതായത് ഇവിടെ പൃഥ്വി എന്ന് നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമാണെങ്കിൽ സംസാർ എന്ന് എഴുതിയാലും മതി കേട്ടോ. പൃഥ്വി എന്ന് എഴുതാൻ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ സംസാർ എന്ന് എഴുതാം. ജീവൻ കെ ആധാർ ബൻതേ ഹെ. ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? ജീവന്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു. ഹമേം ബി ഗുദ്സെ പ്യാർ കർനാ ഹെ. എന്താണ് കവി ഇതിലൂടെ പറയുന്നത്? നമുക്ക് തരുന്ന സന്ദേശമാണ് നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത് അല്ലേ. എന്താണ് കവി ഇതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം? ഹമേം ബി ഗുദ്സെ പ്യാർ കർനാ ഹെ. നമ്മൾ എന്ത് ചെയ്യണം? ഗുദ്സെ പ്യാർ കർനാ ഹെ, സ്വയം സ്നേഹിക്കണം. ഹമേം ബി ഗുദ്സെ പ്യാർ കർനാ ഹെ और अपना प्यार, എന്നിട്ട് നമ്മുടെ സ്നേഹം ദൂസരോं को देना है, മറ്റുള്ളവർക്കും നൽകണം. നമ്മൾ സ്വയം സ്നേഹിക്കുകയും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കുകയും കൂടി ചെയ്യണം. ഇസ് പ്രകാർ, ഇപ്രകാരം, ഹമേം നമ്മൾ, ദൂസരോं की മദദ് കർണി ചാഹിയേ, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? മദദ് കർണി. മദദ് കർണി പറഞ്ഞാല് സഹായിക്കാം. മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. ഇതാണ് ഈ കവിതയുടെ ആശയം. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സെൻറ്റൻസിലാണ് ഇവിടെ ആശയമുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.